തുരുതുരാ മഴ പെയ്യുമ്പോൾ കുറുകുറേ ചക്കവറുത്തതും കൂടി തിന്നാലോ. ആ ചക്കവറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ചക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പുവെള്ളം ഉണ്ടാക്കി വയ്ക്കാം. ഇങ്ങനെ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വറുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ചക്ക സൂക്ഷിക്കുന്ന ഒരു വിധം ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടെ. ഇനി നമുക്ക് ഈ ചക്കേൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി ഒരു ചുവന്ന കളറ് വരുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചക്ക വറവ് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സിമ്മിലാക്കി ആക്കി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് ചുവന്ന കളറിലായിട്ടുണ്ടാവും ചക്ക. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ കോരി മാറ്റിയ ചക്ക നല്ല വായു കടക്കാത്ത പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തണുത്ത് പോവില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ വിചാരിക്കും തണുത്ത് പോകുന്നത്. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചക്ക ഉണ്ടാവും. ഇനി മുറിച്ച് വെച്ച ചക്ക ഞാൻ എവിടെയാണ് സൂക്ഷിച്ചതെന്ന് കാണണ്ടേ? ഇതാ വരും. ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തൈരൊക്കെ വെക്കുന്ന ഒരു പാർട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നല്ലൊരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി. അതിങ്ങനെ ഫ്രഷായി തന്നെ ഇരുന്നോളും. അപ്പോൾ ചക്ക സൂക്ഷിച്ച് വെക്കുന്നതും ചക്ക വറുക്കുന്നതും ഒക്കെ എല്ലാവരും കണ്ടില്ലേ? അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ബൈ. താങ്ക്